എല്ലാവർക്കും ഇൻസബ്രേഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമി 1952-1991 എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 1950 മുതൽ 1991 വരെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് നമ്മുടെ 1952-1991 എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ എക്കണോമിയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. നമ്മൾ 5 ഇയർ പ്ലാൻസിൻ്റെ കാര്യം പറഞ്ഞു. ആ 5 ഇയർ പ്ലാൻസിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എയിംസ് ഓഫ് 5 ഇയർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ചിരുന്നത് ഈ 5 ഇയർ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഓരോ മേഖലയ്ക്കും ഉണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യത്തെ മേഖല അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അഗ്രികൾച്ചർ എന്ന് പറയുന്ന സെക്ടറിൽ അല്ലെങ്കിൽ കാർഷിക രംഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഈ 5 ഇയർ പ്ലാൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ് ആണോ ഒരു ഫെയിലിയർ ആണോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ 5 ഇയർ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡ് റിഫോംസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അഗ്രികൾച്ചർ സെക്ടറിൽ 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളായിരുന്നു ഏതൊക്കെ? ലാൻഡ് റിഫോംസും ഭൂപരിഷ്കരണ നിയമങ്ങളും, അതോടൊപ്പം തന്നെ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ലാൻഡ് റിഫോംസ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഗ്രീൻ റവല്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ മാറ്റിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം നമുക്കറിയാം. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 75% അല്ലെങ്കിൽ 75% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ, ഇന്ത്യയുടെ ജനസാന്ദ്രത അല്ലെങ്കിൽ ജനസംഖ്യയുടെ 75% ആളുകളും അന്നത്തെ കാലത്ത് ജോലി ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു ഏത്? കാർഷിക മേഖല. പക്ഷേ കാർഷിക മേഖലയിൽ നമുക്ക് അത്ര ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. അന്നത്തെ കാലത്ത് നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള കൃഷിരീതികളായിരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഹരിത വിപ്ലവം വന്നപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായ മാറ്റങ്ങൾ, കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 75% ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ 75%-ലധികം ആളുകളും ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു അഗ്രികൾച്ചർ സെക്ടർ. പക്ഷെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്റ്റേറ്റ്സുകളിൽ, ഇന്ത്യയിലെ സ്റ്റേറ്റ്സുകളിൽ വളരെ കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഈ ഗ്രീൻ റവല്യൂഷൻ ഒരു സക്സസ് ആയിരുന്നത്. അതായത് എടുത്തു പറയുകയാണെങ്കിൽ പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ആദ്യം ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഒരു വലിയ സക്സസ് ആയിട്ട് മാറിയത്. അതോടൊപ്പം തന്നെ ഈ ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇനമായിരുന്നു വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ രീതിയിൽ ഇൻക്രീസ്ഡ് ആയി അല്ലെങ്കിൽ വളരെയധികം കൂടി. അതുകൊണ്ട് തന്നെ ഗ്രീൻ റവല്യൂഷന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് വീറ്റ് റവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഗ്രീൻ റവല്യൂഷന് ഫസ്റ്റ് ഫേസിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് വീറ്റിലായിരുന്നു അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആയിരുന്നു. ഗോതമ്പിൻ്റെ പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഗ്രീൻ റവല്യൂഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് എന്ത്? വീറ്റ് റവല്യൂഷൻ. അപ്പോൾ ഇതാണ് ഗ്രീൻ റവല്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ MS സ്വാമിനാഥൻ. 75%-ലധികം ആളുകളും ജോലി ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു കാർഷിക മേഖല. 3, ആദ്യത്തെ ഫേസിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഇത് വളരെ 3 സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഒരു സക്സസ് ആയിരുന്നു എന്ന് പറയുന്നത് പഞ്ചാബ്, തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്. ഫസ്റ്റ് ഫേസിൽ ഗ്രീൻ റവല്യൂഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് വീറ്റ് റവല്യൂഷൻ. അതിന് കാരണമുണ്ട്. ഗ്രീൻ റവല്യൂഷൻ ആദ്യം ഏറ്റവും കൂടുതൽ സക്സസ് ആയത് ഏത് മേഖലയിൽ മാത്രമായിരുന്നു? ഗോതമ്പിൻ്റെ പ്രൊഡക്ഷൻ മാത്രം എന്ത് ചെയ്തു? കൂടുതലായിട്ടും
ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ വീറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ പറയുന്ന മറ്റൊരു പേരാണ് വീറ്റ് റവല്യൂഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗ്രീൻ റവല്യൂഷന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് HYV സീഡ്സ് ആണ്. HYV ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കാർഷിക രംഗത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. യൂസ് ഓഫ് HYV സീഡ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. ഓക്കെ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ കാർഷിക രംഗത്തേക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഫീച്ചേഴ്സ്. അതായത് ഈ സീഡ്സിന്റെ അല്ലെങ്കിൽ ഈ വിത്തിനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഉൽപാദനം ഗണ്യമായിട്ട് കൂട്ടാമായിരുന്നു അല്ലെങ്കിൽ കൂടുമായിരുന്നു. 2, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളും കൃത്രിമമായിട്ടുള്ള വളങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. നമുക്കറിയാം, നമുക്ക് ഇന്ത്യയുടെയൊക്കെ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത്രയും ആളുകൾ ജോലി ചെയ്തിരുന്നിട്ടും നമുക്കുള്ള പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം, കാർഷിക രംഗത്ത് നിന്നുള്ള ഉൽപാദനം എന്ന് പറയുന്നത് വളരെയധികം ഓരോ തവണയും കുറഞ്ഞു വന്നു, അല്ലെങ്കിൽ ഓരോ തവണയും ഡിക്രീസ്ഡ് ആയിട്ടാണ് ഒരു ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അതിനുള്ള പ്രധാന കാരണമായിട്ട് ആളുകൾ പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ പ്രാക്ടീസസ് ആയിരുന്നു, അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന രീതികൾ കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ കുറഞ്ഞത് എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. പരമ്പരാഗതമായിട്ടുള്ള വളങ്ങളും മറ്റു കാര്യങ്ങളുമായിരുന്നു നമുക്ക് കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഗ്രീൻ റവല്യൂഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളും ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള വളങ്ങളും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, കാർഷിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അതാണ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. 3, യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ്സ് എക്സെട്ര. പണ്ടൊക്കെ നിലമുഴുവാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും കാളകൾ അതുപോലെയുള്ള മൃഗങ്ങളെ ആശ്രയിച്ചായിരുന്നു നിലമുഴുകുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നത്. മെഷീൻസിനെ ഒന്നും നമ്മൾ കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്നില്ല. പക്ഷേ ഗ്രീൻ റവല്യൂഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രാക്ടേഴ്സ്, നിലം ഒഴുകുന്നതിന് വേണ്ടി ട്രാക്ടേഴ്സും വെള്ളം കിട്ടുന്നതിന് വേണ്ടി പമ്പ് സെറ്റുകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതായത് പുതിയ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ് ആൻഡ് പമ്പ്സ് എക്സെട്ര. അടുത്തത് ഇറിഗേഷൻ. അടുത്ത ഏറ്റവും വലിയൊരു ഫീച്ചേഴ്സ് ആയിരുന്നു ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസ്രോതസ് അല്ലെങ്കിൽ വെള്ളം കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കനാലുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ തോടുകൾ, അതിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കൃഷി ചെയ്തിരുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് ഇറിഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിംഗ്ലേഴ്സ് പോലെയുള്ള കൃഷിയിടങ്ങളിൽ സ്പ്രിംഗ്ലേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മറ്റൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ മറ്റൊരു ഫീച്ചേഴ്സ് ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഇറിഗേഷൻ ഫെസിലിറ്റി. ഓക്കെ, അടുത്തത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്. എന്താണോ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് വിൽക്കാനുള്ള ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രീൻ റവല്യൂഷന് ശേഷം അതുപോലെയുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് നമ്മൾ കൂടുതലായിട്ട്, അതായത് കർഷകർക്ക് സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഏരിയ, അതിനുള്ള സാഹചര്യം ഉണ്ടായി. അതാണ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്. അടുത്തത് പ്രൊവിഷൻ ഫോർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
കർഷകർ നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പലതരത്തിലുള്ള പാക്കേജുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോൺ ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം, ലോൺ ഫെസിലിറ്റീസ് ഒക്കെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതായിരുന്നു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ എന്തുകൊണ്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഫീച്ചേഴ്സ്? ഒന്നും കൂടി നോക്കാം. നമ്മൾ നേരത്തെ ആദ്യം മുതലേ പറഞ്ഞതുപോലെ 75% ആളുകളും ജോലി ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു ഇന്ത്യയിൽ കാർഷിക മേഖല എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഫുഡ് സഫിഷ്യൻസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫുഡ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കിട്ടാവുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സഫിഷ്യൻ്റ് ആയിരുന്നില്ല. നമുക്ക് വേണ്ടിയിരുന്ന ഫുഡ് നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുകയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുത്തൻ ടെക്നോളജീസ് എവിടെ ഉപയോഗിച്ചത്? കാർഷിക മേഖലയിൽ ഉപയോഗിച്ചത്. അതായത് ഫുഡ് ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആകുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? ആരാണ് ഫാദർ? ഫസ്റ്റ് ഫേസിൽ എവിടെയൊക്കെ ആയിരുന്നു ഇതൊരു സക്സസ് ആയിരുന്നത്? ഇതിന് പറയുന്ന മറ്റൊരു പേര് MS സ്വാമിനാഥൻ ആയിരുന്നു ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസിൽ ഇത് പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഇതൊരു സക്സസ് ആയിരുന്നു എന്ന് പറയുന്നത്. കൂടുതലും സക്സസ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ 3 സംസ്ഥാനങ്ങളിലായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തൊരു മേഖല എന്ന് പറയുന്നത് വീറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഗോതമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമ്മൾ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് വീറ്റ് റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേര് വീറ്റ് റെവല്യൂഷൻ. അടുത്തത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? സവിശേഷതകൾ. ഒന്ന്, HYV സീഡ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 2, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, കൃത്രിമമായിട്ടുള്ള അണുനാശിനികളും അതോടൊപ്പം തന്നെ കൃത്രിമമായിട്ടുള്ള വളങ്ങളും ഉപയോഗിച്ച് ഉൽപാദനം കൂട്ടുക. 3, മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ്സ് എക്സെട്ര, പുതിയ പുത്തൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തുക. ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ പമ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൃഷി നടത്തുക. 4, ഇറിഗേഷൻ, ആവശ്യമായിട്ടുള്ള ജലം കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, കനാലുകൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലേഴ്സ് ഉപയോഗിക്കുക തുടങ്ങിയ വഴികളിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, എന്താണോ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് കർഷകന് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, അതിന് നമ്മൾ മാർക്കറ്റ് എന്ന് പറയും. പിന്നെ പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, കർഷകന് ഏറ്റവും ആവശ്യം കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് പണമാണ്. ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ നൽകിപ്പോയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫീച്ചേഴ്സ്. ഗ്രീൻ റെവല്യൂഷൻ എന്തുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തു, ഗ്രീൻ റെവല്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗ്രീൻ റെവല്യൂഷന് എന്ത് കാര്യത്തിന്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന് പറയുന്നത് പോലെ മെറിറ്റ്സും ഉണ്ട് ഡീമെറിറ്റ്സും ഉണ്ട്, നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീമെറിറ്റ്സും അല്ലെങ്കിൽ മെറിറ്റ്സും എന്തൊക്കെയാണെന്ന് ഏകദേശം മനസ്സിലായി കാണും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ റെവല്യൂഷൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സിനെ കുറിച്ചുമാണ്. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വശങ്ങൾ, ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് അല്ലെങ്കിൽ ചീത്ത വശങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ മെറിറ്റ് സെൽഫ് സഫിഷ്യൻറ്റ്, അതായത് ഫുഡ് ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ, ഭക്ഷ്യോൽപാദനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റായി, അതായത് സ്വയം പര്യാപ്തത നേടി. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. അതിനെയാണ് നമ്മൾ സെൽഫ് സഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്. 2, ഇൻക്രീസ്ഡ് മാർക്കറ്റ് സർപ്ലസ്. എന്താണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ്,
മാർക്കറ്റഡ് സർപ്ലസ് കൂടി എന്നാണ് അർത്ഥം. എന്താണ് മാർക്കറ്റഡ് സർപ്ലസ്? ഒരു കർഷകന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം അല്ലെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിച്ചെടുത്ത പ്രോഡക്ട്സിൽ നിന്നും സാധനങ്ങളിൽ നിന്നും അവൻ്റെ ആവശ്യങ്ങൾ നടത്തിയതിന് ശേഷം ബാക്കി വരുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കർഷകന് അവൻ്റെ ആവശ്യങ്ങൾക്ക് സ്വന്തം പ്രോഡക്ട്സ് ഉപയോഗിച്ചതിന് ശേഷം മാർക്കറ്റിലേക്ക് അത് വിൽക്കുന്നതിന് എത്തിക്കുന്നതിനുള്ള അവസ്ഥ, ആ സർപ്ലസ് അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓരോ തവണയും അത് കൂടാനായിട്ട് തുടങ്ങി. അതായത് മാർക്കറ്റിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കൂടുതലായിട്ടും എത്താനായിട്ട് തുടങ്ങി. അതാണ് ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. 3, റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് ഫുഡ്. റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് ഫുഡ്സ്. എന്താണ് റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ഫുഡ് സപ്ലൈസിൽ എന്ന് നമ്മൾ പറഞ്ഞു. ഭക്ഷണ കാര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ രാജ്യത്ത് എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങളും ഭക്ഷണങ്ങളും യാതൊന്നും നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറക്കുമതി ചെയ്യുക. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്തിന് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത്, ഇറക്കുമതി എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു. ഏതിൻ്റെ കാര്യത്തിലാണ്? ഫുഡ് ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ. അടുത്തത് റെഡ്യൂസ്ഡ് പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷണ സാധനങ്ങൾക്ക് വളരെയധികം ഗണ്യമായിട്ട് എന്ത് കുറഞ്ഞു? വില കുറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റഡ് സർപ്ലസ്, വിപണിയിൽ ആവശ്യത്തിലധികം കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ വില കൂടും എന്ന് നമുക്കറിയാം. കാരണം ഭയങ്കരമായിട്ടുള്ള ക്യാഷ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലേക്ക്, കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് സാധനം എത്തുമ്പോൾ അതിന് നല്ല ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് കുറച്ചത് കൊണ്ടും നമ്മുടെ സെൽഫ് സഫിഷ്യൻ്റ് ആയതുകൊണ്ടും ഭക്ഷണ ഉൽപ്പാദനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില വളരെയധികം കുറഞ്ഞു. അടുത്തത് എനാബിൾഡ് ദ ഗവൺമെൻറ് ടു ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക്. ആ വാക്ക് ഓർക്കുത്ത് വയ്ക്കുക, ബഫർ സ്റ്റോക്ക്. എന്താണ് ബഫർ സ്റ്റോക്ക്? ഒരു കാർഷിക ഉൽപ്പന്നം അത് കർഷകൻ്റെ ആവശ്യത്തിന് ശേഷം മാർക്കറ്റിൽ വിപണിയിലേക്ക് വിൽക്കാൻ എത്തിച്ചതിന് ശേഷം ബാക്കി വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് സൂക്ഷിച്ചു വെക്കും. എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഭയങ്കരമായിട്ട് വില കൂടുമ്പോൾ ഗവൺമെൻറ് ഈ ബഫർ സ്റ്റോക്ക്, അതായത് ഈ ബാക്കി വന്ന സ്റ്റോക്ക് ഗവൺമെൻറ് സൂക്ഷിച്ചു വെക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഈ സ്റ്റോക്കിൽ നിന്നും സാധനങ്ങൾ ആളുകളിലേക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും? ആളുകളിലേക്ക് എത്തിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബഫർ സ്റ്റോക്ക്. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബാക്കി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്ത് വെക്കുന്നു? സൂക്ഷിച്ച് വെക്കുന്നു. എന്തെങ്കിലും അടിയന്തരാവസ്ഥയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഗവൺമെൻറ് അതെടുത്ത ആളുകളിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്റ്റോക്കുകൾ, ആവശ്യത്തിലധികം വരുന്ന സ്റ്റോക്കുകൾ, ബഫർ സ്റ്റോക്കുകൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തത് എനേബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS എന്ന് പറയും. നമ്മൾ ആലങ്കാരികമായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും. പച്ച മലയാളത്തിൽ നമ്മൾ റേഷൻ കടകൾ അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ പൊതുവിതരണ കേന്ദ്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ പോയാൽ നമുക്കറിയാം അവിടെ കിട്ടുന്ന വില എന്ന് പറയുന്നത് ബാക്കിയുള്ള വിപണിയിൽ നിന്ന് കിട്ടുന്ന വിലയേക്കാൾ കുറവായിരിക്കും പൊതുവിതരണ കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി പാവപ്പെട്ടവർക്ക് കൂടുതലായിട്ടും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. 1, ഇന്ത്യ എന്തായി? സെൽഫ് സഫിഷ്യൻ്റായി. 2,
ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ്. നമ്മൾ പറഞ്ഞതുപോലെ കർഷകന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റഡ് സർപ്ലസ്, മാർക്കറ്റിൽ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാവുന്ന, വിൽക്കാനുന്നതിന് വേണ്ടി എത്തിക്കാവുന്ന സാധനങ്ങളുടെ വില അല്ലെങ്കിൽ എണ്ണം വളരെയധികം കൂടി. 3, റെഡ്യൂസ്ഡ് ഡിപ്പെൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് ഫുഡ്. ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അളവിൽ നേരിയ കുറവ് വന്നു, അല്ലെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്തു, വളരെയധികം കുറച്ചു. പിന്നീട് റെഡ്യൂസ്ഡ് പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷണ സാധനങ്ങൾക്ക് വളരെയധികം വില കുറഞ്ഞു. എനേബിൾ ദ ഗവൺമെന്റ് ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക്. എന്താണ് ബഫർ സ്റ്റോക്ക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കർഷകന്റെ ആവശ്യത്തിന് ശേഷം വിപണിയിൽ എത്തിച്ചതിന് ശേഷം ബാക്കി വരുന്ന സ്റ്റോക്ക് ഗവൺമെന്റ് സൂക്ഷിച്ചു വെക്കും. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ സ്റ്റോക്ക് ആളുകളിലേക്ക്, ഇപ്പോൾ തന്നെ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആളുകൾക്ക് ഒരുപാട് കിറ്റുകളായിട്ടും അതുപോലെയുള്ള സാധനങ്ങളായിട്ടും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയൊക്കെ നമ്മളെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ എല്ലാ ഫെസിലിറ്റീസും എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ബഫർ സ്റ്റോക്ക് വഴിയും അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നീട് എനാബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ റെവല്യൂഷൻ്റെ ഡീമെറിറ്റ്സിനെ കുറിച്ചാണ്. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാഡ് ആയിട്ട് അല്ലെങ്കിൽ ചീത്ത വശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഇൻക്രീസ്ഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. അതായത് പാവപ്പെട്ട കർഷകനും ധനികനായ കർഷകനും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വന്നു. പാവപ്പെട്ട കർഷകൻ എന്നും പാവപ്പെട്ടവനായിട്ട് തന്നെ ഇരുന്നു, ധനികനായിട്ടുള്ള കർഷകൻ ധനികനായി തന്നെ തുടർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ റെവല്യൂഷൻ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും മെഷീൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ പുത്തൻ ടെക്നോളജി കാർഷിക രംഗത്തേക്ക് കൊണ്ടെത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ പുതിയ ട്രാക്ടർ മേടിക്കണമെങ്കിലും പമ്പ് സെറ്റ് മേടിക്കണമെങ്കിലും അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസിനാണെങ്കിലും നമുക്ക് എന്ത് വേണം? ക്യാഷ് വേണം. അപ്പോൾ ഒരു ധനികനായിട്ടുള്ള കർഷകനാണെങ്കിൽ അവൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് അവൻ്റെ പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാം. അങ്ങനെ അവൻ വീണ്ടും എന്തായിട്ട് മാറും? ധനികനായിട്ട് മാറും. പക്ഷേ കൃത്യമായിട്ട് കാശൊന്നും എടുക്കാനില്ലാത്ത ഒരു പാവപ്പെട്ട കർഷകനാണെങ്കിൽ അവൻ ഒരിക്കലും ഇതൊന്നും അഫോർഡബിൾ ആവില്ല, അല്ലെങ്കിൽ അവനിതൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിച്ച് ഫാർമറും പുവർ ഫാർമറും തമ്മിലുള്ള അന്തരം കൂടി വന്നു. ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. HYV crops were prone to attack from insect and pets. അല്ലെങ്കിൽ അണുക്കൾ അല്ലെങ്കിൽ പെസ്റ്റുകൾ കൊണ്ടും അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ കൊണ്ടും ചെറുപ്രാണികളുമൊക്കെ ഈ HYV ക്രോപ്സ് അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ച് കൊണ്ട് വിളച്ചു വന്ന ഈ ക്രോപ്സ് കൂടുതലായിട്ടും ഈ ചെറുപ്രാണികളൊക്കെ ആക്രമിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ആക്രമിക്കുന്നത് വളരെയധികം കൂടുതലായിരുന്നു. അതുവഴി കൃഷി എന്ത് ചെയ്തു പോവുക? നശിച്ചു പോവുക. കൃഷി നശിച്ചു പോയി കഴിഞ്ഞാൽ കർഷകൻ എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. അപ്പോൾ HYV ക്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെക്ടിസൈഡ്സും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പെറ്റ്സുകളും കൂടുതലായിട്ടും ആക്രമിക്കുന്നത് മൂലം അത് നശിച്ച് പോകുമായിരുന്നു. 3, ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് പോയിസൺ ദ സോയിൽ. നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മണ്ണ് വേണം. പക്ഷേ ഗ്രീൻ റെവല്യൂഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മണ്ണിനെ മലിനമാക്കും, വീണ്ടും കൃഷി യോഗ്യമല്ലാതെ ആക്കും. ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. നമുക്ക് കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ എൻഡോസൾഫാൻ പോലെയുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റും. അതായത് അതൊരു തരത്തിലുള്ള ഇൻസെക്ടിസൈഡ് ആയിരുന്നു അല്ലെങ്കിൽ പെസ്റ്റിസൈഡാണ്. അപ്പം അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് തലമുറകളോളം അവിടെ എന്ത് ചെയ്തിരുന്നു? നിലനിന്നിരുന്നു. അപ്പോൾ അതുപോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനെ തന്നെ എന്ത് ചെയ്യും? ഈ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഒരുപാട് നശിപ്പിക്കും, വീണ്ടും കൃഷി യോഗ്യമല്ലാതെ ആക്കും. അതൊക്കെ നമുക്ക് കൃഷിക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് പോയിസൺ ദ സോയിൽ. നമ്മുടെ പ്രൊഡക്ഷൻ കൂടും, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണ് മലിനമാകും, ആളുകൾക്ക് അസുഖങ്ങളും വളരെയധികം കൊണ്ടുവരും. ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയിൻലി വീറ്റ് റെവല്യൂഷൻ.
അതായിരുന്നു മറ്റൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ആദ്യ ഫേസിൽ ഗ്രീൻ റെവല്യൂഷൻ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? വീറ്റ് റെവല്യൂഷൻ. നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത് കാർഷിക മേഖലയിലുള്ള എല്ലാ വിളകളുടെയും ഉൽപ്പാദനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ആദ്യത്തെ ഫേസിൽ ആ എല്ലാ കാർഷിക വിളകൾക്കും ആ ഉൽപ്പാദനം കൂടാനായിട്ട് സാധിച്ചില്ല. പകരം ഒന്ന് മാത്രമേ കൂടിയുള്ളൂ. ഏതാണ്? ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ്. അതുകൊണ്ട് തന്നെ ആ റെവല്യൂഷൻ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ മറ്റൊരു പേരായിട്ട് പറയപ്പെട്ടു. ഏത്? വീറ്റ് റെവല്യൂഷൻ. ബാക്കിയുള്ള കാർഷിക വിളകളൊന്നും യാതൊരു വിധത്തിലും എന്ത് ചെയ്തില്ല? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തില്ല, ഉൽപ്പാദനം കൂടിയില്ല. വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് മാത്രം അതിൻ്റെ ആനുകൂല്യം കൂടുതലായിട്ട് കിട്ടി. ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീനറി കോസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പണ്ടത്തെ കാലത്ത് നമ്മൾ നിലമൊഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് കാളകളെയായിരുന്നു. കാളകളും കലപ്പകളും ഒക്കെ ഉപയോഗിച്ചായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നിലമൊഴുകിയിരുന്നത്. അത് കൺട്രോൾ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും മനുഷ്യനായിരുന്നു. പക്ഷേ ഗ്രീൻ റെവല്യൂഷന് ശേഷം അവിടെ മെഷീൻസ് കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? 5 പേര് ചെയ്യുന്ന ജോലി ഒരു മെഷീൻ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ എന്ത് ഉണ്ടായി? അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലാതെയായി. അപ്പോൾ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഗ്രീൻ റെവല്യൂഷൻ ഒരു കാരണമായി എന്നാണ് പറയുന്നത്. അതായത് അവിടെ ആളുകൾക്ക് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്തു വന്നു? കുറഞ്ഞ് വന്നു. ഇപ്പോൾ കൂടുതലും ആളുകളും തൊഴിൽ രഹിതരായി മാറി. ഇത്രയുമാണ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം ഡീമെറിറ്റ്സ്. ഒന്നാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. ഇൻക്രീസ്ഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. ധനികനായിട്ടുള്ള കർഷകനും പാവപ്പെട്ടവനായിട്ടുള്ള കർഷകനും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വന്നു. HIV സീഡ്സ് എന്തിനുള്ള അറ്റാക്ക് കൂടി വന്നു? ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ പെറ്റ്സിൽ നിന്നുള്ള അറ്റാക്ക് കൂടുതലായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ കർഷകൻ്റെ വിളകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നശിക്കാൻ തുടങ്ങി. ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റിസൾട്ടഡ് പോയിസണിങ് ദ സോയിൽ. സോയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അല്ലെങ്കിൽ മണ്ണ് മലിനമാകാൻ തുടങ്ങി ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നത് വഴി. ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? വീറ്റ് റെവല്യൂഷൻ എന്ന പേരിൽ മാത്രം അറിയപ്പെട്ടു. അതായത് ഗോതമ്പ് റെവല്യൂഷൻ എന്ന പേരിൽ മാത്രം അറിയപ്പെട്ടു. ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീനറി കോസ് അൺഎംപ്ലോയ്മെൻറ്റ്. കൂടുതലും മെഷീനറി ഉപയോഗിച്ചതോടുകൂടി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഇത്രയുമാണ് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പഠിച്ചു, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് മെറിറ്റ് എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ഡീമെറിറ്റ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും ആദ്യം എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷൻ എപ്പോഴാണ് നമ്മൾ പഠിച്ചത്? 5 ഇയർ പ്ലാൻസ്. അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ മേഖലയിലും കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ പഠിച്ചത്. ആ 5 ഇയർ പ്ലാൻസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ ആദ്യം പഠിച്ച മേഖല ഏതായിരുന്നു? അഗ്രികൾച്ചർ മേഖല. ആ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക രംഗത്തുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളായിരുന്നു 2 ലാൻഡ് റിഫോംസും 2 ഗ്രീൻ റെവല്യൂഷനും. ലാൻഡ് റിഫോംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ സെക്ഷനിൽ മൊത്തം തീർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 1 വേർഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ ഒന്നാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക.